പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ കേരള ജനപക്ഷം നാളെ ഔദ്യോഗികമായി ബിജെപിയിൽ ലയിക്കും. തിരുവനന്തപുരത്ത് നടക്കുന്ന മഹാസമ്മേളനത്തിലാണ് ജനപക്ഷം വർക്കിംഗ് ചെയർമാൻ പി.സി. ജോർജും 112 സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും ബിജെപി അംഗത്വം സ്വീകരിക്കുക. മുൻ ചീഫ് വിപ്പായിരുന്ന പി.സി. ജോർജ് നയിക്കുന്ന കേരള ജനപക്ഷം സെക്യുലർ പാർട്ടിയാണ് ബിജെപിയിലേക്ക് ഔദ്യോഗികമായി ലയിക്കുന്നത്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ചേരുന്ന മഹാസമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ പി.സി. ജോർജ്, മകൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, ജനപക്ഷം വർക്കിംഗ് ചെയർമാൻ ഇ.കെ. ഹസ്സൻകുട്ടി, ജനറൽ സെക്രട്ടറിമാരായ സെബി പറമുണ്ട, പ്രൊഫസർ ജോസഫ് ടി ജോസ്, അഡ്വക്കേറ്റ് പി.എസ്. സുബീഷ്, പി.വി. വർഗീസ് പുല്ലാട്ട്, വൈസ് പ്രസിഡന്റുമാരായ എം.എസ്. നിഷ, സജി എസ്. തെക്കേൽ ഉൾപ്പെടെയുള്ള സംസ്ഥാന ഭാരവാഹികളും 112 സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും ചടങ്ങിൽ വെച്ച് ബി.ജെ.പി. അംഗത്വം സ്വീകരിക്കും. റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ ബി.ജെ.പി. സർക്കാർ പരിഹരിക്കുമെന്ന് ഉറപ്പുണ്ടെന്ന് പി.സി. ജോർജ് ജനൻ ടിവിയോട് പറഞ്ഞു. ഈ ആവർത്തന കൃഷിക്ക് കേരളത്തിൽ കാശ് കൊടുക്കണ്ടെന്ന് നമ്മുടെ തീരുമാനമെന്ന് അത് മാറ്റണമെന്ന് പറഞ്ഞു. ആ തീരുമാനം മാറ്റി ആവർത്തന കൃഷിക്ക് 40,000 രൂപ സബ്സിഡി കൊടുക്കാൻ തീരുമാനമെടുത്തു. അങ്ങനെ റബ്ബറിന് വില വർദ്ധിക്കാനുള്ള പല സ്കീമുണ്ട് ഞങ്ങൾ കൊടുക്കാൻ, പലതും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏലം കൃഷി വലിയ ദുരിതത്തിലാണ്. അത് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെപ്പറ്റി ചർച്ച നടന്നുകൊണ്ടിരിക്കുക. അതിന് ഒരു പ്രപ്പോസൽ ഉടനെ തന്നെ പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കും. ഈ ശബരിമല എൻ്റെ ഒരു കാഴ്ചപ്പാട് കേന്ദ്ര ഗവൺമെൻറ് ഏറ്റെടുക്കണമെന്ന് ഞാൻ പറയുന്നു. മറ്റു പാർട്ടികളിൽ നിന്ന് നിരവധി നേതാക്കൾ ബി.ജെ.പിയിലേക്ക് ഇനിയും എത്തുമെന്നും പി.സി. ജോർജ് വ്യക്തമാക്കി. ജനം, തിരുവനന്തപുരം.